ഒരു വീഡിയോ ഒക്കെ ആർക്കെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ബൈ ലക്കിൽ വർക്കാവും. റിസ്വാന്റെ എല്ലാ വീഡിയോയും വൈറലാണ്. അപ്പൊ അതിന് കാരണം ഓരോ വെറൈറ്റികൾ റിസ്വാൻ പരീക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ പോലെ ചില്ല് പൊട്ടിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവോ? ചെടിച്ചട്ടിയൊക്കെ പൊട്ടിച്ച പോലെ ആക്കെ പൊട്ടിച്ച തന്നെയാണല്ലേ? പിന്നെ അതൊക്കെ പിന്നെ കളിയില് സംഭവിച്ചു. അന്നൊക്കെ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ആ ടൈമിനൊക്കെ. പിന്നെ ഫ്രീ സ്റ്റൈൽ സ്വന്തമായിട്ടാണല്ലോ, വേറെ ആളുകളുമായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒറ്റക്കല്ലേ എന്നാ കളിച്ചോട്ടെ. അതെ അതെ അതെ. പരിക്ക് വരുന്ന സാധ്യത കുറവായിരിക്കും. വരികയാണെങ്കിൽ വീടിനെ വരുള്ളൂ പരിക്ക്. അത് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഫ്രീ സ്റ്റൈൽ നല്ല ഒറ്റക്ക് തന്നെ അങ്ങനെ കളിച്ച് എന്ത് നമുക്കൊരു പുറത്തൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കൗതുകമായത് കാരണം ഓൻ കളിച്ച് ഇങ്ങനെ ഇത് ചെയ്യുമ്പോ അത് ഇത് എങ്ങനെ കഴിയണെന്നുള്ളൊരു അത്ഭുതം പോലെ തോന്നും. പിന്നെ ശരീരത്തിലൂടെ ഒക്കെ ബോള് കറക്കിയെടുക്കും. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം എന്താ ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ബോളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇട്ടെടുക്കാൻ തുടങ്ങി. പിന്നെ മറ്റേ ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് ഞാനിപ്പോ നേരെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ നേരെ ആദ്യം കണ്ണിലൊടുക്കിയത് യൂട്യൂബിന്റെ സിൽവർ ബട്ടണൊപ്പം തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. മോന് വീട്ടിലേക്ക് അതായത് ഇങ്ങനെ വീട്ടിൽ ചെടിച്ചിട്ട് ജനലൊക്കെ പൊട്ടിച്ച് നടന്ന മോന് വീട്ടില് ഗിന്നസ് റെക്കോർഡാ കൊണ്ടുവന്നത്. ഒരു ഉപ്പ എന്നുള്ള നിലയ്ക്ക്, ഫാദർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഇതെങ്ങനെ? അത് വളരെ സന്തോഷമല്ലേ. അതായത് എത്രയെന്ന് പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു സന്തോഷം. എൻ്റെ മോനല്ലേ അത്രയും ഇതിലായി. പിന്നെ അവന്റെ കാരണത്തിൽ നമ്മള് വേൾഡിൽ കുറെ സ്ഥലങ്ങൾ കറങ്ങി. ഒരൊറ്റ ബോളുമേലാണ് ആ കറങ്ങി പോയത് ഞങ്ങളെല്ലാരും. അപ്പൊ ഒരു വളരെ സന്തോഷമുള്ള ഒരു ഇതായിരുന്നു. വേറെ വലിയൊരു സ്വപ്നം ഇവിടെ പോകണെന്ന് ഞാനാണ്. ഞങ്ങള് വരുന്ന വരവില് ഒരു വീട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അവിടെ പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് വണ്ടിക്ക് അത്ര ഒരു സൗകര്യം, റോഡ് ഒത്തിരി ഇടിഞ്ഞ റോഡായതുകൊണ്ട് ഞങ്ങൾ അവിടെ മെയിൻ റോഡിൽ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് എൻ്റെ വാർപ്പ് കഴിഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കണ്ടു, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലൊരു ഡയലോഗ് വെച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ എത്രമാത്രം സന്തോഷമുണ്ട് ഒരു വീട് സ്വന്തമായിട്ട് അങ്ങ് ഇതാക്കുമ്പോഴേക്ക്. വീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒപ്പന്റെ എനിക്ക് കിട്ടുന്ന എല്ലാ പേയ്മെന്റും ഞാൻ ഇപ്പൊ കൊടുക്കല്. അപ്പൊ തന്നെ പിന്നെ മുൻകൈ എടുത്ത് അത് സെറ്റ് ആക്കുന്നത്. 10-21 വയസ്സായപ്പോഴേക്ക് ചെക്കൻ വീട് പണിക്കുള്ള കാര്യങ്ങൾ അത് ഞാൻ ഫുള്ള് അവന്റെ ഇതിൽ തന്നെ എല്ലാവരുടെ സ്ഥലവും ഇതൊക്കെ വാങ്ങി അവനൊരു സെറ്റപ്പ് ആയിക്കോട്ടെ. നമ്മള് എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. പുതിയ വീടായിട്ടാണോ? അവിടുന്ന് കുറച്ച് വെറൈറ്റി സ്കില്ലുകളും മറ്റൊക്കെ ഇറക്കാനും അല്ലേ? പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 2 ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നത്? ബ്രദേഴ്സ് കളിക്കാറുണ്ടോ? അവര് കളിക്കാറുണ്ട്, അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഗ്രൗണ്ടിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കളിക്കും.